ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നെൻ്റെ കയ്യിലുള്ളത് സാംസങ്ങിൻ്റെ A10s എന്ന് പറയുന്ന മോഡലാണ്. ഇതിൽ ഡിസ്പ്ലേ ബാക്ക് ലൈറ്റ് വർക്ക് ചെയ്യാത്തതാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ ജസ്റ്റ് ഫോണൊന്ന് ഓൺ ചെയ്ത് നമുക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ഡാറ്റാസ് വരുന്നത് കാണാൻ കഴിയും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ ഒരു വെളിച്ചത്തിൽ ചെറിയ രീതിയിൽ സാംസങ് എന്നതിൻ്റെ ഉള്ളിൽ എഴുതി കാണിക്കുന്നത് കാണാൻ കഴിയും. കണ്ടല്ലോ, സാംസങ് ഗാലക്സി, സാംസങ് എന്നൊക്കെ അങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷേ അതിൽ ബാക്ക് ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു കംപ്ലൈൻറ്റ് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡയഗ്രാം വെച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്ക് കംപ്ലീറ്റ് എന്ത് ചെയ്യാം, ഒന്ന് ഡിസസംബ്ലി ചെയ്തിട്ട് കംപ്ലീറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്ന ഡയഗ്രാം നോക്കാൻ ഉപയോഗിക്കുന്നത് ബോണിയോ സ്കീമാറ്റിക്സ് എന്ന് പറയുന്ന ടൂളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ മദർ ബോർഡിൽ ആ ഒരു ഡിസ്പ്ലേ കണക്ടറും കാണാൻ കഴിയും, ഇടതുവശത്ത് സ്കീമാറ്റിക്സും കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു സ്കീമാറ്റിക്സിൽ ഡിസ്പ്ലേ കണക്ടർ സൂം ചെയ്താൽ നമുക്ക് അതിലേക്ക് വരുന്ന ഡിസ്പ്ലേ കണക്ഷൻസ് കാണാൻ കഴിയും. 4 കണക്ഷൻസാണ് വരുന്നത്. അതിൽ ഒന്ന് പോസിറ്റീവ്, നെഗറ്റീവ്, പിന്നെ CABC എന്ന് പറയുന്ന ഒരു കണക്ഷനാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ നോക്കേണ്ടത്, ഇപ്പോൾ ഈ ഒരു കണക്ഷൻസ് എവിടേക്കാണ് പോകുന്നത് നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. ഇവിടെ പേരുകൾ കാണാം: LED, ആനോഡ്, കാഥോഡ്, CABC. നേരെ ഈ ഒരു കണക്ഷൻസ് വരുന്നത് നമ്മുടെ ലൈറ്റ് സെക്ഷനിൽ നിന്നാണ്. LED A എന്ന് പറയുന്ന കണക്ഷന് കോയിൽ അങ്ങനെ ആ ഒരു ഡയോഡ് വഴി നമ്മുടെ ലൈറ്റ് ICയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു കണക്ഷന് കണക്ടറിലേക്ക് എത്തുന്നുണ്ടോയെന്ന് ആദ്യം നോക്കാം. അതുപോലെ തന്നെ ആ ഒരു ചെക്കിങ്ങോട് കൂടി തന്നെ നമുക്കത് ഷോർട്ടോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളതും അറിയാൻ കഴിയും. ഓക്കെ, അപ്പോൾ കണക്ഷൻ വരുന്നുണ്ടോ എന്ന് അറിയാൻ നമ്മൾ ജസ്റ്റ് ആ ഒരു ഡിസ്പ്ലേ കണക്ടറിൽ വാല്യൂസ് കാണിക്കുന്നുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ വാല്യൂ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമുക്കതിൽ ഓക്കെയാണ്. അതുപോലെ തന്നെ അവിടെ വോൾട്ടേജ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു ലൈന് ബ്രേക്ക് ആയിട്ടില്ല എന്നും മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതിനായിട്ട് ഞാൻ ജസ്റ്റ് ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ബാറ്ററി കണക്ട് ചെയ്താൽ തന്നെ നമ്മുടെ LED A എന്ന് പറയുന്ന, അതായത് പോസിറ്റീവ് കണക്ഷനിൽ നമുക്ക് വോൾട്ടേജ് കിട്ടേണ്ടതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് മൾട്ടിമീറ്റർ വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. മൾട്ടിമീറ്റർ ഞാനിതിൽ കാണിക്കുന്നില്ല, കാരണം ചെറിയ ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ് മൾട്ടിമീറ്റർ കാണിക്കാത്തത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പോയിന്റിൽ വോൾട്ടേജ് ഉണ്ടോയെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വോൾട്ടേജ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ വാല്യൂ അവിടെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു രണ്ടാമത്തെ പിന്നാണ് നമുക്ക് വോൾട്ടേജ് ഉണ്ടോ എന്ന് നോക്കേണ്ടത്. ഓക്കെ, കണ്ടല്ലോ ആ ഒരു കാവി കളർ വരുന്ന ആ ഒരു പോയിന്റ്. ഓക്കെ, അപ്പോൾ ഞാനിത് തൊട്ട് നോക്കുമ്പോൾ ബാറ്ററിയിലെ വോൾട്ടേജ് മൾട്ടിമീറ്ററിൽ കാണാൻ കഴിയുന്നുണ്ട്. 4 വോൾട്ട് അവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കണക്ഷൻ എന്തായിട്ടില്ല, ബ്രേക്ക് ആയിട്ടില്ല. അപ്പോൾ ഇത്തരം കേസിൽ നമ്മൾ മറ്റുള്ള കണക്ഷൻസ്, അതുപോലെ തന്നെ മറ്റ് കണക്ടേഴ്സിലുള്ള വാല്യൂസ് എല്ലാം ഓക്കെ ആണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, ഇതിലുള്ള ഒരു ബൂസ്റ്റിംഗ് കോയിൽ ചേഞ്ച് ചെയ്ത് നോക്കണം. കാരണം ബൂസ്റ്റിംഗ് കോയിൽ ചിലതൊക്കെ ഓവർ വോൾട്ടേജ് വന്ന് ഷോർട്ട് ആവാറുണ്ട്. കോയിലിൻ്റെ ഉൾഭാഗം കരിഞ്ഞിട്ട് ആ കോയിൽ ചുറ്റി വെച്ചത് തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, തമ്മിൽ തട്ടിയിട്ട് ഷോർട്ടായി കഴിഞ്ഞാൽ പോലും നമുക്കിവിടെ വോൾട്ടേജ് കിട്ടും. പക്ഷേ എന്ത് ചെയ്യില്ല, ബൂസ്റ്റിംഗ് കോയിലിൻ്റെ ആ ഒരു പ്രവർത്തനം അവിടെ നടക്കില്ല. പക്ഷേ വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യും, പാസ് ചെയ്യും. അപ്പോൾ തന്നെ ഇവിടെയൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കപ്പാസിറ്ററിൽ ഇപ്പോൾ 4 വോൾട്ട് കിട്ടുന്നുണ്ട്, ഡയോഡിലൊക്കെ കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. ആ ഒരു ട്രാക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ഒരു 4 വോൾട്ട് വരുന്ന ICന്ന് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പോൾ തന്നെ ഈ ഒരു സൈഡും ഓക്കെയാണ്. ആ ഒരു 0 ohm റെസിസ്റ്റർ വഴി എന്ത് ചെയ്യുന്നുണ്ട്, ICയിലേക്ക് ഇൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ IC ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നോക്കേണ്ടത് ഈ ഒരു കോയിലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കോയിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ ICൻ്റെ പോയിന്റുകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വോൾട്ടേജ് കറക്റ്റ് വരുന്നുണ്ട്. ഓക്കെ,
ഓക്കെ, അപ്പോൾ നമ്മൾ കോയിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫോണൊന്ന് ഓണാക്കി നോക്കാം, ലൈറ്റ് വരുന്നുണ്ടോ ഇല്ലയെന്ന്. ആ ഫോണൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓണാക്കാം. ഓണാക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും ലൈറ്റ് ഓക്കെ ആയിട്ടുണ്ടോ ഇല്ലയെന്ന്. ഓക്കെ, അപ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റ് നമുക്കിവിടെ ഫിക്സ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു കോയിൽ ചേഞ്ച് ചെയ്തിട്ടാണ് ഈ ഒരു ലൈറ്റ് നമുക്ക് ഓക്കെ ആക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്കിങ്ങനെ വളരെ സിമ്പിളായിട്ട് ഇത്തരം കംപ്ലയിൻറ്റുകളൊക്കെ ഫിക്സ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ശരിക്കും ചെക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ വെറുതെ ലൈറ്റ് IC മാറ്റി നോക്കും, അത് മാറ്റി നോക്കും, ഇത് മാറ്റി നോക്കും. അങ്ങനെ ചെയ്ത് അവസാനം ഫോൺ റെഡി ആവില്ല, മറ്റെന്തെങ്കിലും കംപ്ലയിൻറ്റുകൾ വരികയും ചെയ്യും. അപ്പോൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്ത് കംപ്ലയിൻ്റ് ആണെങ്കിലും നമുക്കത് ഫിക്സ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ഐഫോൺ ചിപ്പ് ലെവൽ സർവീസ് പഠിക്കാവുന്നതാണ്. തന്നെ നോർമൽ കോഴ്സും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഓഫീസ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. ആർക്കെങ്കിലും മൊബൈൽ റിപ്പയറിംഗ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ.